ചെയിനോ ഇത് കണ്ടോ? ടിക് ടിക് കണ്ടോ? ചെയിനോ നഖം മുറിക്കുന്നുണ്ടോ? ആ, ഇതാണ് നഖം. മാമച്ചിയുടെ ആയിരുന്നു ഈ നഖം. മാമച്ചിയുടെ ശരീരമായിരുന്നു ഈ നഖം. കുറച്ചു മുന്നേ വരെ. ഇപ്പൊ ഇതോ പോയി. എവിടെ പോയി? ദാ പോയി. ഇത് കണ്ടോ ചെയിനോ? ഇനി നമ്മൾ ഇതിങ്ങനെ ഇട്ട് ദാ ഇങ്ങനെ കുഴിച്ചു മൂടും. നോക്കൂ, ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. ഈ ഭൂമിയിൽ നിന്ന് മനുഷ്യന് കിട്ടിയതെല്ലാം ഈ ഭൂമിയിൽ തന്നെ ഉപേക്ഷിച്ച് പോകേണ്ടി വരും. മനുഷ്യന്റെ അവസ്ഥ ഇതാണ്. സ്വന്തം ശരീരം പോലും നമ്മൾ ഉപേക്ഷിച്ച് പോകും. കണ്ടില്ലേ? ഓരോ നഖമുറിക്കലും ഓരോ ഓർമ്മപ്പെടുത്തലാണ്. നമ്മുടെ ശരീരത്തിന്റെ കൂടെ നിന്ന് നമ്മളായിരുന്ന, ഞാനെന്ന് അഭിമാനിച്ച് അഹങ്കരിച്ച് കൊണ്ട് നടന്നിരുന്ന സാധനം പോലും എൻ്റെ ശരീരത്തിൽ നിന്ന് പോകും. അത് നമ്മളെടുത്ത് തന്നെ കുഴിച്ചിടുകയും ചെയ്യും. എല്ലാം മണ്ണായി പോകുന്ന ഒരു ദിവസം വരും. ഓരോ കുഴിച്ചിടലും ഓരോ ഓർമ്മപ്പെടുത്തലാണ്. നമ്മളൊക്കെ ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ ആഗ്രഹിച്ച്, ഇഷ്ടപ്പെട്ട്, സ്നേഹിച്ച്, കൂടെ കരുതുന്നതൊക്കെ നമ്മളെ വിട്ടുപോകും എന്നതിന്റെ വലിയ തെളിവാണ് സൈനു ഓരോ നഖമുറിക്കലും, അല്ലേ? നാടും നാട്ടുകാരും പുഴയും മഴയും പാടവും പറമ്പും വെള്ളവും ഒക്കെ മിസ് ചെയ്ത്, നാട്ടിലെ സുഹൃത്തുക്കളെ മിസ് ചെയ്ത്, ചായക്കട മിസ് ചെയ്ത്, ക്രിക്കറ്റ് ഗ്രൗണ്ട്, ഫുട്ബോൾ ഗ്രൗണ്ട്, നല്ല ക്ലൈമറ്റ് ഇല്ലേ? ഇപ്പോഴും മഴയാ. ഇവിടെ 50 ഡിഗ്രി. ഏറ്റവും മുതൽ പുള്ളി കരയാൻ തുടങ്ങി, അല്ലേ? ഇതൊക്കെ മിസ് ചെയ്തിട്ട് ഇവിടെ വന്നത് മരുഭൂമിയോടുള്ള പ്രണയം കൊണ്ടൊന്നും അല്ലല്ലോ, അല്ലെങ്കിൽ അറബികളെ കാണുമ്പോൾ അയ്യോന്നും അല്ലല്ലോ, ആ ആഗ്രഹമൊന്നും കൊണ്ടല്ല. ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടാവണം എന്നൊരു ആഗ്രഹത്തിന്റെ പുറത്താണ്. അതിന്റെ പുറകെ ഇവിടെ വരുമ്പോഴാണ് നമുക്ക് കുറെ നമ്പർ കിട്ടും, അല്ലേ? ആദ്യം തന്നെ നമ്മൾ വിസ അടിച്ച് അതിന് നമ്പറുണ്ട്, പാസ്പോർട്ടിൽ നമ്പറുണ്ട്, പിന്നെ അത് കഴിഞ്ഞാൽ ജോലിയിൽ കയറിയാൽ പിന്നെ കുറെ നമ്പർ, ടാർഗറ്റിന്റെ നമ്പറാണ്. നമുക്ക് മന്ത്ലി ടാർഗറ്റ് കാണും, നമുക്ക് ഓളിയം കാണും, നമുക്ക് ബിസിനസ് ടാർഗറ്റ്, അല്ലേ? നമ്പറല്ലേ? എല്ലാവരും നമ്പറിന്റെ പുറകെ. ആ നമ്പർ കിട്ടുന്നുണ്ടോ കറക്റ്റ് സമയത്ത്? ഇല്ല. ആവശ്യമില്ലാത്ത കുറെ ശീലങ്ങൾ വരും, ആവശ്യമില്ലാത്ത കുറെ സ്വഭാവങ്ങൾ വരും. നമ്മൾ എന്തിൻ്റെയോ പിറകെ ആയിരുന്നില്ലേ? എന്തിൻ്റെയോ പിറകെ ഓടി. അത് നേടാനുള്ള ഓട്ടമായിരുന്നു, ആഗ്രഹിച്ച് ഓടിയതാ. അത് കിട്ടിയോ? കിട്ടിയില്ല. എന്നാൽ അതിൻ്റെ കൂടെ പലതും നഷ്ടപ്പെടുകയും ചെയ്തു. ഓട്ടത്തിൻ്റെ വേഗതയിൽ നമ്മൾ മറന്നു പോകുന്ന കുറേ നല്ല ബന്ധങ്ങൾ, നമ്മൾ ആഗ്രഹിക്കുന്ന കുറേ നിമിഷങ്ങൾ. നമുക്ക് നമ്പറും കിട്ടുന്നില്ല, നമ്മുടെ കരിയറും ഗ്രോ ആവുന്നില്ല, റിലേഷൻഷിപ്പ് ഫെയിലാവുന്നു, മെൻ്റൽ ഹെൽത്ത് വീക്കാവുന്നു. നമ്മൾ ഉദ്ദേശിച്ച ഒരു സക്സസ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റാതെയാണ് 95% പ്രവാസികളും തിരിച്ചു നാട്ടിൽ പോകുന്നത്. ആ തെറ്റ് നമ്മൾ ഇനി ചെയ്യരുത്. ഇപ്പൊ നോക്കിയാലും വാട്സപ്പിലാണ്. അതെ ഭായ്, നമ്മുടെ ഈ പേപ്പറിനകത്ത് ഒരു സൈനും കൂടെ ഇട്ടാലോ? പറയണ്ട എന്റെ പൊന്നു റിയാസേ, ധവനാണെങ്കിൽ ഇന്നലെ തുടങ്ങിയത് ഇപ്പൊ ധവൻ കണ്ടില്ലെന്ന്. ഞാനൊരു 3-4 തവണ അവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഒന്ന്. എല്ലാ ക്യാമറ ഉണ്ടല്ലോ. ഈ ഭാഗമായി ടെൻഷനില്ല. എന്താണ്? CCTV. എന്തുകൊണ്ടായിരിക്കും എന്നറിയാം ടെൻഷൻ? ബിസിനസ്സോ സെയിൽസോ കുറഞ്ഞുകൊണ്ടായിരിക്കില്ല. പലപ്പോഴും പ്രശ്നം ഇത് അവിടെ ഇരിക്കുന്ന ഷെഫീഖിൻ്റെ വാട്സാപ്പ് ആയിരിക്കും, അപ്പുറത്തിരിക്കുന്ന മുഹമ്മദിൻ്റെ മൊബൈൽ ഫോണിൻ്റെ പൊസിഷൻ ആയിരിക്കും പലപ്പോഴും ഇബാദ് ഭായിയെ പോലുള്ള ബിസിനസ് ഓണേഴ്സിൻ്റെ വലിയ പ്രശ്നം. ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിലായിരിക്കും നമ്മൾ നിരന്തരമായി വറീഡായിട്ടിരിക്കുന്നത്. നോക്കൂ, എന്ത് സമാധാനം കിട്ടുക. ഇനി വീട്ടിൽ പോയാലും ഇതേപോലത്തെ ഒരു മൊബൈല് അവിടെയും കാണാം. എന്താ, മൊബൈലിലും കിട്ടും ഈ CCTV. അതിൽ നോക്കിക്കൊണ്ടിരിക്കും. വീട്ടുകാർക്ക് കൊടുക്കാൻ സമയം കാണില്ല, ഭാര്യയ്ക്കും മക്കൾക്കും കൊടുക്കാൻ സമയം കാണില്ല. സമയം മുഴുവൻ എന്താ, ഇതുപോലെ നോക്കിയിരുന്ന് നമ്മൾ പ്രയാസത്തിലാവും. അലാം അടിച്ചാൽ നമ്മൾ ആദ്യത്തെ 5 സെക്കൻഡിൽ നമ്മൾ എന്ത് ചെയ്യും? സ്നൂസ് ചെയ്യും. സ്നൂസ് ബട്ടൺ നിൽക്കും, അത് ആക്ഷൻ എടുക്കും, എന്നിട്ട് ഉറങ്ങും. അലാം അടിക്കുമ്പോൾ 5 സെക്കൻഡിനകത്ത് ഇഫ് യു ക്യാൻ ജസ്റ്റ് വേക്ക് അപ്പ്, ഐ എം ടെല്ലിങ് യു, 5 മണിക്ക് നിങ്ങൾക്ക് എഴുന്നേക്കാൻ സാധിക്കും. അല്ലെങ്കിൽ സ്നൂസ് ബട്ടണിൽ കളിച്ച് നമ്മൾ ജീവിതം ബെഡിൻ്റെ അടിയിൽ, ബ്ലാങ്കറ്റിൻ്റെ അടിയിൽ ഒതുക്കും. മെൽ റോബിൻസ് ഒരു വളരെ പ്രസിദ്ധമായ ഓത്തർ, ലീഡർ, സ്പീക്കർ, കോച്ചൊക്കെയാണ്. ഇവരുടെ ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്, 5 സെക്കൻഡ് റൂൾ. ഭയങ്കര ഗംഭീരമായ പ്രിൻസിപ്പിളാണ്. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡു ഇറ്റ് വിത്തിൻ 5 സെക്കൻഡ്സ്. 5 സെക്കൻഡ് കൗണ്ട് ചെയ്ത് ചെയ്യാൻ അവർ പറയുന്നത്. അവരുടെ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ 5, 4, 3, 2, 1 എന്ന് പറഞ്ഞിട്ട് ആക്ഷനിലേക്ക് പോവാം. നമുക്ക് ചെയ്യേണ്ട എന്തെന്നൊക്കെ നമുക്കറിയാം, എങ്ങനെ ചെയ്യണമെന്ന് അറിയാം. പക്ഷേ ചെയ്യാൻ തോന്നാത്തപ്പോൾ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം എന്ന് നമുക്കറിയില്ല. ഇപ്പം അപ്പുറത്ത് ഇൻ്റർവ്യൂ നടക്കാം. എന്നോടൊരു മോൻ വന്നിട്ട് ചോദിച്ചു, സാറേ ഒരു ടിപ്പ് പറഞ്ഞുതരൂ. ഞാൻ പറഞ്ഞ, അപ്പുറത്തിരിക്കുന്ന കടുവ അല്ല, അത് പുലിയുമല്ല, നിന്നെ പിടിച്ചു തിന്നൂല. ഇതാണ് ഏറ്റവും വലിയ ടിപ്പ് മോനെ. അയാളിരിക്കുന്നത് നിന്നെ സഹായിക്കാനാണ്. നീ അയാളെ സഹായിക്കാൻ സമ്മതിക്കണം. അതിന് നീ അവിടെ പോയി ഇങ്ങനെ വിറച്ചാൽ നിനക്ക് അയാളെ സഹായിക്കാൻ പറ്റില്ല. നിന്റെ മനസ്സിലുള്ളത് തുറന്നു പറയണം. അയാൾ നിന്നെ പിടിച്ച് തിന്നില്ല. സ്ട്രേഞ്ചേഴ്സ് ആർ നോട്ട് ഡേഞ്ചേഴ്സ്. സ്ട്രേഞ്ചർ എങ്ങനെയാണ് ഡേഞ്ചർ ആവുക?
ഇനി അൺഫോർച്ചുനേറ്റ്ലി എങ്ങാനും ഈ ഇൻ്റർവ്യൂവിൽ ജോലി കിട്ടി അവൻ സെയിൽസിലാണ് പോവുകയാണെങ്കിൽ സ്ട്രേഞ്ചേഴ്സിൻ്റെ ഒരു ഘോഷയാത്ര ആയിരിക്കൂലേ പിന്നെ അവൻ്റെ ജീവിതത്തിൽ, അല്ലേ? സെയിൽസിലുള്ളവർ എത്ര പേരുണ്ട് ഡയറക്റ്റ്ലി കസ്റ്റമേഴ്സിനെ കാണുന്ന? എന്നും സ്ട്രേഞ്ചേഴ്സിനല്ലേ കാണുന്നത്, അല്ലേ? സ്ട്രേഞ്ചർ ഡേഞ്ചറാണ്. ഈ പാറ്റേൺ നമ്മുടെ മനസ്സിൽ കിടക്കുന്നിടത്തോളം, ബ്രെയിനിൽ ഉള്ളിടത്തോളം, ഐ എം ടെല്ലിങ് യു, യു വിൽ നോട്ട് ബി ഏബിൾ ടു മേക്ക് ക്വാളിറ്റി റിലേഷൻഷിപ്പ്. 25 വർഷം സർവീസുള്ള ഡോക്ടർ കുട്ടിയെ പീഡിപ്പിച്ചു. എന്നോടൊക്കെ ചിലപ്പോൾ പാരൻ്റ് സെഷനിലൊക്കെ ചില പാരൻസും ചോദിക്കും, എൻ്റെ മോന് ഡോക്ടറാകാൻ ഇഷ്ടമില്ല സാർ, എനിക്ക് അവനൊരു ഡോക്ടറാക്കണമെന്നുണ്ട്. അപ്പോൾ ഞാൻ മോനോട് ചോദിക്കും, മോനെ എന്താകാനാണ് ഇഷ്ടം? അപ്പോൾ അവൻ വളരെ ക്രിയേറ്റീവായിട്ട് ഫുട്ബോൾ കളിക്കണമെന്നും ക്രിക്കറ്റ് കളിക്കണമെന്നൊക്കെ പറയും. ഞാൻ പാരൻസിനോട് പറയാറുള്ളത്, ആദ്യം നല്ല മനുഷ്യനാകാൻ അവനെ പ്രാപ്തമാക്കുക. അവനെ അവിടെ ആവശ്യപ്പെടണ്ട മനുഷ്യനാകണമെന്ന്. നിങ്ങൾ നല്ലൊരു മനുഷ്യനായിട്ട് ജീവിച്ചാൽ അവന് തന്നെ തോന്നും ആദ്യം എനിക്കാകേണ്ടത് നല്ലൊരു മനുഷ്യനാണ്. ആ നല്ല മനുഷ്യൻ പിന്നീട് ഡോക്ടറോ എൻജിനീയറോ സയൻറ്റിസ്റ്റോ സിനിമാ നടനോ ആർട്ടിസ്റ്റോ എന്തും ആയിക്കോട്ടെ, നല്ല മനുഷ്യനായിക്കൊണ്ടതായാൽ മാത്രമേ ആ പറയുന്ന റോളിൽ അയാൾക്ക് ഏറ്റവും ബെസ്റ്റ് ആകാൻ സാധിക്കുള്ളൂ. ഇല്ലേ? പത്രത്തിൽ വായിച്ചിട്ടില്ലേ, 25 വർഷം സർവീസുള്ള ഡോക്ടർ കുട്ടിയെ പീഡിപ്പിച്ചു. അറിവില്ലാത്തതുകൊണ്ടാണോ? അറിവുണ്ട്, തിരിച്ചറിവില്ലാത്തതുകൊണ്ടാണ്. അക്ഷരം പഠിച്ചിട്ടില്ലേ ആ ഡോക്ടർ? ഞാനൊരു സ്ഥാപനത്തിൽ ചെല്ലുമ്പോൾ അവിടുത്തെ റിസപ്ഷനിസ്റ്റിന്റെ സ്വഭാവം, ഗേറ്റിൽ നിൽക്കുന്ന സെക്യൂരിറ്റിയുടെ സ്വഭാവം എല്ലാം നോക്കിയിട്ടാണ്. അമ്മമാർക്ക് വലിയ ക്വാളിറ്റി ഒന്നും ഇല്ല. ഇങ്ങനത്തെ കാര്യങ്ങൾ വരെ നിങ്ങൾ ട്രെയിൻ ചെയ്ത് കൊടുക്കും. കമ്പനി എന്നുള്ളത് മാറ്റി വെക്കുക. ഇന്ന് ഉച്ചക്ക് ലഞ്ച് ടൈം ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഭക്ഷണം കഴിയുമ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി പോവുകയാണ്. റെസ്റ്റോറൻറ്റിന്റെ വാതിലിൽ നിൽക്കുന്ന സെക്യൂരിറ്റി ഉള്ള സ്ഥലമാണെന്ന് വിചാരിക്കുക. ആ സെക്യൂരിറ്റിക്കായി നമ്മളെ നോക്കി ചിരിക്കുന്നത്, ഡോറ് തുറന്നു തരുന്നത്, നമ്മൾ അവിടുന്ന് നേരെ നമ്മൾക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ തന്നിട്ട് നമ്മളെ ആ സ്ഥലത്തേക്ക് എത്തിക്കുന്നത് മുതൽ, നമ്മൾ ഭക്ഷണം കഴിച്ച് കൈ കഴുകാൻ വേണ്ടി വാഷ്റൂമിലേക്ക് പോയി കഴിഞ്ഞാൽ വാഷ്റൂമിന്റെ കണ്ടീഷൻ, തിരിച്ചു വന്നിട്ട് പുറത്ത് വെല്ലിങ്ങിന്റെ സമയത്ത് പൈസ കൊടുക്കണമല്ലോ, അപ്പോഴാണ് നമ്മൾ കേൾക്കുന്നത്, സോറി സാർ കാർഡ് എടുക്കൂല, കാർഡ് എടുക്കൂല, പൈസ മാത്രമേ എടുക്കുള്ളൂ. എല്ലാം കഴിയുമ്പോഴാണ് എല്ലാം കഴിയുമ്പോഴാണ്. ഇതൊക്കെ ഓരോ മൊമെന്റിലും കസ്റ്റമർ എക്സ്പീരിയൻസ് വലിയ ഘടകമാണ് ആ കമ്പനിയുടെ വിജയത്തില്. ഈ കസ്റ്റമർ എക്സ്പീരിയൻസ് നേരത്തെ ഡിഫൈൻ ചെയ്യണം. അതുകൊണ്ടാണ് എക്സ്ട്രാ റൈസിന് ചോദിക്കുന്ന ഒരാളോട് എങ്ങനെ പെരുമാറണമെന്ന് ബിസിനസ് ഓണർ സപ്ലയർ അടുത്ത് ആദ്യമേ പറഞ്ഞിട്ടുണ്ടാവണം. എക്സ്ട്രാ റൈസ് കൊടുക്കുന്നിടത്തുള്ള ഒരു സിസ്റ്റം ഡിഫൈൻ ചെയ്തിട്ടാണെങ്കിൽ, ഇങ്ങനെ ഏത് ബിസിനസ് ആയിക്കോട്ടെ, ഏത് വെർട്ടിക്കൽ ആയിക്കോട്ടെ, കമ്പനിയുടെ ഗ്രോത്തില് അവിടെ ഓരോ പ്രോസസ്സും ഡിഫൈൻ ചെയ്ത് അവിടെയുള്ള സ്റ്റാഫിന് ട്രെയിനിങ് കൊടുത്തിട്ട് ആ സിസ്റ്റം അവിടെ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴാണ് ഒരു ബെസ്റ്റ് കസ്റ്റമർ എക്സ്പീരിയൻസ് ഒരാൾക്ക് ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഞാൻ പിള്ളേരോടൊക്കെ പറയും, മക്കളെ 2 CV ആയിട്ട് ഇറങ്ങരുത്. ചിലരോടൊക്കെ സെയിൽസിൽ എന്തിനാ ജോയിൻ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ചിലരൊക്കെ പറയാറുണ്ട്, വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു, 2 CV കൊണ്ടാണ് വരുന്നത്. ഒന്ന് എൻജിനീയറും സെയിൽസും, ഒന്നും കിട്ടിയില്ലെങ്കിൽ സെയിൽസ്. അതിന് മറ്റേ ഗതികെട്ടവന്മാർ വരുന്നതാണല്ലോ സെയിൽസ്, എന്നാണ് ചിന്ത. ഒന്നും കിട്ടിയില്ലെങ്കിൽ സെയിൽസ്, അവിടെ തന്നെ ഡ്യൂപ്ലിക്കേഷനാണ്, വെള്ളം ചേർക്കല, കിട്ടൂല, ഒന്നും കിട്ടൂല അങ്ങനെയുള്ളവർക്ക്. ഒറ്റ CV, 2 CVക്ക് അർത്ഥം തന്നെ തീരുമാനം എടുക്കാൻ ഉറപ്പില്ല എന്നാണ്. അതുകൊണ്ട് ഞാൻ പിള്ളേരോടൊക്കെ പറയും, മക്കളെ 2 CV ആയിട്ട് ഇറങ്ങരുത്. ഞാൻ ട്രെയിനിങ് വളരെ ആഗ്രഹിച്ച് സ്വപ്നം കണ്ട് ഇഷ്ടപ്പെട്ട് നേടിയെടുക്കുമെന്ന് ഉറപ്പിച്ച് നേടിയെടുക്കാൻ വേണ്ടി പ്രയത്നിച്ച് ട്രെയിനറായ ആളല്ല, ഗതികെട്ട് ട്രെയിനറായതാണ് സത്യം. നിവൃത്തിയുടെ കൊണ്ട് ട്രെയിനറായ ആളാണ് ഞാൻ. കാര്യം എൻ്റെ പാർട്ണർ ഇട്ടിട്ട് പോയി എന്നെ. എൻ്റെ പാർട്ണർ ഇട്ടിട്ട് പോയി. കുറേ സ്റ്റാഫുണ്ട്, മക്കൾക്ക് ശമ്പളം കൊടുക്കണ്ടേ, അവന്മാർ എന്നെ വിശ്വസിച്ചാ വന്നേ. അപ്പോൾ പിന്നെ ആരെങ്കിലും ട്രെയിൻ ചെയ്യണ്ടേ? എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു. ഇമോഷണലി ഡൗൺ ആവുന്ന ആൾക്കാരെ ഞാൻ സഹായിക്കും. ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെടുന്നത് എപ്പോഴാണ്? ഡിഫിക്കൽട്ട് ടൈംസിലാണ്, അല്ലേ? പ്രതിസന്ധികളിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെടുന്നത്. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, ഇൻട്രാക്ഷൻ, സ്വഭാവം, ആറ്റിറ്റ്യൂഡ്, ഇതൊക്കെ പരീക്ഷിക്കപ്പെടുന്നത്, ഇതൊക്കെ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത് ടഫസ്റ്റ് ടൈമിലാണ്. ചലഞ്ചിങ് ടൈമിൽ നമുക്ക് നമ്മുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെ സെറ്റ് ചെയ്യാം, നമ്മുടെ ക്യാരക്ടർ എങ്ങനെ ഡിസൈൻ ചെയ്യാൻ സാധിക്കും. മോട്ടിവേഷണൽ ട്രെയിനിങ്സിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ടാവും. പക്ഷെ എന്താണ് ഹ്യൂമാൻസ് ഈസ് ഹ്യൂമൻ മാക്സിമം. മനുഷ്യനെ അവന്റെ ഏറ്റവും മാക്സിമത്തിലേക്ക് കൊണ്ടുപോയി അവന്റെ ബെറ്റർ സെൽഫിനെ പുറത്തെടുക്കുന്ന റാപ്പിഡ് ഹ്യൂമൻ ട്രാൻസ്ഫോർമേഷണൽ പ്രോഗ്രാം. കേരളത്തിൽ ആദ്യമായിട്ട് ഒരു മനുഷ്യനെ കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോം ചെയ്ത് ഒരു ബെറ്റർ മനുഷ്യനാക്കി, ബെറ്റർ സെൽഫ് ആക്കി മാറ്റുന്ന, ഇമോഷണലി, സ്പിരിച്വലി, മെന്റലി, ഫിസിക്കലി ഒരു മനുഷ്യനെ ഫിറ്റ് ആക്കുന്ന റാപ്പിഡ് ഹ്യൂമൻ ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാം ഈ വരുന്ന ഡിസംബർ 14 കാലിക്കറ്റിൽ മലബാർ മറീന കൺവെൻഷണൽ സെന്ററിൽ
പലപ്പോഴും നമ്മളിങ്ങനെ പല നമ്പറിന്റെയും പിറകെയാണ്. അത് ജോലിയിലെ ടാർഗറ്റ് ആവാം, വീട്ടിലെ എന്തെങ്കിലും ജോലിയാകാം, മക്കൾക്കാണെങ്കിൽ സ്കൂളിലെ അക്കാഡമിക് സ്കോർ ആകാം. നമ്മൾ പല നമ്പറിന്റെയും പിറകിലാണ്. നമുക്ക് ആവശ്യമില്ലാത്ത പല വ്യക്തികളും സ്വഭാവങ്ങളും ശീലങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നുകൂടുന്നുണ്ട്. നമ്മൾ അറിയാത്തത് കൊണ്ടാണ്. നമ്മുടെ ശ്രദ്ധ മുഴുവൻ ആ പറയുന്ന നമ്പർ നേടിയെടുക്കാനുള്ള ഓട്ടത്തിലാണ്. ഈ തിരക്കിനിടയിൽ ചില മനുഷ്യർ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ട്. അത് ചിലപ്പോൾ ഏറ്റവും വേണ്ടപ്പെട്ടവരാകാം. നമ്മുടെ ജീവിതത്തിന്റെ കളറൊക്കെ പലപ്പോഴും മങ്ങിപ്പോവാറുണ്ട്, നമ്മൾ അറിയാറില്ല. നമ്മുടെ മുഖമൊക്കെ ചുളിഞ്ഞു പോകാറുണ്ട്, നമ്മൾ അറിയാറില്ല. കാരണം നമ്മൾ എന്തിന്റെയോ പിറകിലാണ്. ആ പിറകിൽ ഓടിയ സാധനം കിട്ടിയോ? അതും പോയി, ഇതും പോയി. ഉത്തരത്തിൽ ഇരുന്നത് കിട്ടിയതുമില്ല, അവിടെ ഇരുന്നത് പോവുകയും ചെയ്യും. ഇതാണ് സാധാരണ ഒരു പ്രവാസിയുടെ അവസ്ഥ. പലപ്പോഴും നമ്മൾ ആത്മാർത്ഥമായി അവനവനോട് ചോദിച്ചാൽ മതി, ആരും കൈയൊന്നും പൊക്കണ്ട. പലപ്പോഴും ജീവിതത്തിൽ സംഭവിക്കുന്നത് ഇതാ. നമ്മൾ വലിയ ലക്ഷ്യങ്ങൾ നേടാനാണ് 50 ഡിഗ്രി സെൽഷ്യസിൽ ജീവിക്കാമെന്ന് തീരുമാനമെടുത്തത്. KFC പോയി കഴിച്ചും നിങ്ങൾക്ക് സന്തോഷിക്കാം. യെസ്. 1000 രൂപ കൊടുത്ത് ഒരു മനുഷ്യന്റെ ജീവൻ നിലനിർത്തിയും സന്തോഷിക്കാം. കാശ് കൊണ്ട് സമാധാനം കിട്ടും. റിയാസെ, സമാധാനം കിട്ടണമെന്നുള്ള എന്ത് ചെയ്യണം നിങ്ങളുടെ കാഴ്ചപ്പാടിൽ? ഇതൊരു വലിയ ഡിബേറ്റ്ഫുൾ ടോപ്പിക്കാണ്. ക്യാൻ മണി ബൈ പീസ്? ക്യാൻ മണി ബൈ ഹാപ്പിനെസ്? ഞാൻ പറയും യെസ്, മണി ക്യാൻ ബൈ പീസ്, മണി ക്യാൻ ബൈ ഹാപ്പിനെസ്. പൈസ കൊടുത്താൽ സമാധാനവും സന്തോഷവും ഒക്കെ കിട്ടും. പക്ഷെ ആർക്ക് കൊടുക്കുന്നു, എങ്ങനെ കൊടുക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും സമാധാനവും സന്തോഷവും കിട്ടുന്നത്. KFC പോയി കഴിച്ചും നിങ്ങൾക്ക് സന്തോഷിക്കാം. യെസ്. 1000 രൂപ കൊടുത്ത് ഒരു മനുഷ്യന്റെ ജീവൻ നിലനിർത്തിയും സന്തോഷിക്കാം. എവിടെയാണ് നിങ്ങളുടെ സന്തോഷം? അത് നമ്മൾ ഡിഫൈൻ ചെയ്യണം. അത് KFCയിൽ കൊടുക്കണോ, അതെ, അതോ ഇപ്പോൾ ഒരു പീസ് വാലി പോലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് ഒരു മനുഷ്യന്റെ ജീവൻ സംരക്ഷിക്കാനായി 1000 രൂപ കൊടുക്കണോ? ആ ഒരു യാത്രയാണ്. അതാണ് ഇതിനെ സിറാത്ത് മുസ്തഖീം എന്നൊക്കെ പറയുന്നത്, നേരായ മാർഗത്തിലേക്ക്. അത് ഒരു മാർഗം അവിടെ ഉണ്ട്, ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്, അവിടെ പോയി ജങ്ക് ഫുഡും കഴിക്കാം. ഇപ്പുറത്തൊരു മാർഗമുണ്ട്, അവിടെ മനുഷ്യനെ ചേർത്ത് പിടിക്കാം. അപ്പോൾ ഒരു മനുഷ്യന്റെ ജീവനെ ചേർത്ത് പിടിച്ചാൽ തിരിച്ചു കിട്ടാൻ പോകുന്നത് ഈ പറഞ്ഞ സന്തോഷവും സമാധാനമാണ്. അല്ലാതെ കിട്ടില്ല. ഇബാദ് ഭായ്, അലാ ബി ദിക്റുല്ലാഹി തത്മഇനുൽ ഖുലൂബ്. എന്താണ്? ദൈവസ്മരണയാൽ മാത്രമേ ഹൃദയങ്ങൾക്ക് സമാധാനം കിട്ടുള്ളൂ.